ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡേറ്റ്സ് പിക്കിളാണ്. ബിരിയാണിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. തയ്യാറാക്കാനായിട്ടാണെങ്കിലും ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്കൊരു 20 മിനിറ്റ് കൊണ്ട് ഈ പിക്കിള് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഡേറ്റ്സ് പിക്കിള് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 35 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ 240 ml കപ്പിൽ 1.5 കപ്പ് ഡേറ്റ്സ് ഉണ്ട്. പിന്നെ വേണ്ടത് 6 പച്ചമുളക്, 7 അല്ലി വെളുത്തുള്ളി, പിന്നെ ഈ വലിപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി. ഇനി നമുക്കിത് മിക്സിയിൽ വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കാം. ചതച്ചെടുത്ത് കഴിഞ്ഞപ്പം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പിന്നെ 1 ടേബിൾ സ്പൂൺ പച്ചമുളകും ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ഒരുമിച്ചിട്ട് ചതച്ചെടുത്താൽ മതി. ഞാനിത് കറക്റ്റ് അളവ് പറയാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുത്തത്. ഇനി നമുക്ക് പിക്കിൾ തയ്യാറാക്കാൻ തുടങ്ങാം. ചൂടായ പാനിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നല്ലെണ്ണ തന്നെ ചേർത്താൽ മതി. അല്ലെങ്കിൽ നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്താൽ മതി. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയ ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇനി 2 ഉണക്കമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതൊന്ന് മൂത്ത ശേഷം നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കാം. ഇത് ചതച്ച് തന്നെ ചേർക്കണം. അപ്പോഴേ ഇത് എല്ലാം കൂടി ഡേറ്റ്സിൽ നന്നായിട്ട് യോജിച്ചിട്ട് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇനി തീ നന്നായി കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ്. മധുരമുള്ള അച്ചാറല്ലേ, അപ്പം എരിവ് ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് തീ ഒരു മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയിലായിട്ട് വെച്ചാൽ മതി. ഈന്തപ്പഴം ചൂടായി കഴിയുമ്പോൾ നല്ലപോലെ അത് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. എളുപ്പത്തിന് നമുക്കൊരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ട് ഉടച്ചു കൊടുത്താലും മതി. ഇപ്പോൾ കുറച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കര ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈന്തപ്പഴത്തിൻ്റെ മധുരമുള്ളത് കൊണ്ട് ശർക്കര ചേർക്കേണ്ടെന്നൊന്നും വിചാരിക്കരുത്. ശർക്കര ഉറപ്പായിട്ടും ചേർക്കണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ശർക്കരയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഈ പിക്കിള് തയ്യാറാക്കാനായിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചൂടായി കഴിയുമ്പോൾ തന്നെ ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തന്നെ ഉടച്ചെടുക്കാനും പറ്റും. പിന്നെ ഇത് കഴിക്കാനായിട്ട് നമുക്ക് ബിരിയാണിയുടെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ വെറുതെ എടുത്ത് കഴിക്കാൻ തോന്നും. നന്നായിട്ട് തന്നെ ഇത് ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ഇതെല്ലാം കൂടി യോജിച്ചിട്ട് നല്ല ഉപ്പും പുളിയും മധുരവും എരിവൊക്കെ ആയിട്ട് പിക്കിള് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആവുള്ളൂ. പിന്നെ നിങ്ങൾക്കിത് ഇത്രയും കുറുകിയ പരുവത്തിൽ എടുക്കണമെങ്കിൽ വിനാഗിരി ചേർത്ത ശേഷം കൂടുതൽ സമയം ചൂടാക്കാതെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.